രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നത് ലവ് ജിഹാദ് എന്നൊന്നില്ല എന്നാണ്. കാരണം താങ്കൾ ഉൾപ്പെടെയുള്ള അതായത് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ലവ് ജിഹാദ്, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുകയായിരുന്നു. ലവ് ജിഹാദ് എന്നൊരു പേര് വെച്ചിട്ട് മറ്റു മതങ്ങളെ വെറുക്കാനായിട്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ വാദിക്കുന്നതും പറയുന്നതും. എല്ലാം പോകട്ടെ, അങ്ങനെയാണെങ്കിൽ 16 വർഷങ്ങൾക്ക് കുറച്ച് പുറകോട്ട് നമുക്ക് സഞ്ചരിക്കാം. 16 വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ CNN എന്നൊരു ചാനലില് ഒരു അഭിമുഖം രാഹുൽ ഈശ്വർ കൊടുത്തിരുന്നു. അന്ന് രാഹുൽ ഈശ്വർ വാതോരാതെ സംസാരിച്ചത് ലവ് ജിഹാദിനെ പറ്റിയായിരുന്നു. രാഹുൽ ഈശ്വർ മറന്നുപോയാലും അന്നത്തെ വീഡിയോ അത് മറക്കുകയില്ല. നമുക്കൊന്ന് വീഡിയോ ആദ്യമേ കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. About the lives of at least 4,000 girls reported by the Kerala DGP. Say if he is wrong. Suppose if he is wrong. Why don't you initiate criminal actions against the Kerala DGP? അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ ചർച്ചകളിൽ 4000 ലവ് ജിഹാദ് കേസുകളുടെ ലിസ്റ്റ് ഉയർത്തിക്കാട്ടി ഹിന്ദുക്കളുടെ കയ്യടി നേടിയ ഒരാളാണ് രാഹുൽ ഈശ്വർ. അതായത് 4000 ഹിന്ദു സ്ത്രീകളെ മുസ്ലിമായിട്ട് കൺവേർഷൻ നടത്താനായിട്ട് അവർ പദ്ധതി ഇട്ടിരുന്നുവെന്നും അതുപോലെ നടത്തി എന്നുമാണ് രാഹുൽ ഈശ്വർ വാദിച്ചിരുന്നത്. അതൊരു പ്രമാദമായ കേസായിരുന്നു. DGP ഉൾപ്പെടെയുള്ളവർ അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വർ നിലവിൽ പറയുന്നത് ഇപ്പോൾ ഒരിക്കലും ലവ് ജിഹാദ് എന്നൊരു സംഭവം ഇല്ല, ഇതെല്ലാം ഒരു പ്രൊപ്പഗണ്ടയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് കേരള സ്റ്റോറി 1ഉം 2ഉം. അതായത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ 1ാം ഭാഗവും 2ാം ഭാഗവും ഇതിന്റെ ഒരു പ്രൊപ്പഗണ്ട കൂടുതൽ ആളുകളിലേക്ക് തെറ്റായ വിവരങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ശ്രമിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. നമുക്കറിയാം ലവ് ജിഹാദിന്റെ ഇരകൾ ആരൊക്കെയാണെന്നുള്ളത്. ഇരുമതത്തിൽപ്പെട്ട ആളുകൾ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ മതം മാറി, അതും നിർബന്ധിത മതമാറ്റം നടത്തി ഈ ഒരാളെ സ്നേഹിച്ച് അയാളെ വിശ്വസിച്ച് അയാളുടെ മതവും സ്വീകരിച്ച് അയാളുമായിട്ട് വിവാഹ ജീവിതവും നല്ല ജീവിതവും സ്വീകരിക്കാനും സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ പെൺകുട്ടികൾ അങ്ങോട്ട് മതം മാറി പോകുന്നതെങ്കിൽ ഇപ്പോഴും ആ പോയവരെല്ലാം അവരുടെ തന്നെ ഭാര്യമാരാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉദാഹരണം, അഖില എന്ന ഹാദിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് വിദ്യാർത്ഥിയാണ് ഹാദിയ. അഖില എന്നാണ് ഹാദിയയുടെ പേര്. അങ്ങനെ ഇരിക്കെയാണ് അഖില ഒരു മുസ്ലിം പയ്യനെ പരിചയപ്പെട്ടതും ഇഷ്ടത്തിലായതും. ഹാദിയ അന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അതേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഒരുപാട് കേസ് കൊടുത്തതാണ്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ആ ഹാദിയ പറഞ്ഞത്, അതായത് അഖില എന്ന ഹാദിയ പറഞ്ഞത് തനിക്ക് താൻ സ്നേഹിച്ച പുരുഷന്റെ കൂടെ പോയാൽ മതിയെന്നാണ്. അങ്ങനെ പറഞ്ഞ് ഹാദിയ പോവുകയും ചെയ്തു. അഖില ഹാദിയായ കഥയാണിത്. അത് പോയി വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു വാർത്ത വന്നു, ഹാദിയ ഗർഭിണിയാകാത്തത് കൊണ്ട് 2ാമത് വിവാഹം കഴിച്ചു എന്ന്. ആദ്യത്തെ ഭർത്താവ് മൊഴി ചൊല്ലി 2ാമത് വിവാഹം കഴിച്ചു എന്ന്. ഇതിന്റെ ഇടയ്ക്ക് അഖിലയുടെ അമ്മ മരിച്ചിരുന്നു. ഹാദിയ ഒരിക്കൽ പോലും തിരിച്ചു വന്നില്ല. ആ മതം വിട്ട് മറ്റൊരു മതം സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ ആ മതം സ്വീകരിച്ചു പോകുന്ന വ്യക്തിയുടെ അമ്മ മരിച്ചാൽ പോലും കാണാനുള്ള അവകാശം ആ മതം കൊടുക്കുന്നില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. കാരണം ഹാദിയ ഒരിക്കൽ പോലും അമ്മേനെ കാണാൻ വന്നിട്ടില്ല. തന്റെ മകൾ എവിടെ എന്ന് അറിയാതെ ആ അച്ഛൻ ഇപ്പോഴും നീറിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഹാദിയയുടെ കുടുംബം, അതായത് അഖില എന്ന കുട്ടി ഹാദിയായി മാറിയപ്പോൾ തകർന്നു പോയത് അവരുടെ അച്ഛന്റെ അമ്മയുടെ സ്വപ്നങ്ങളും ആ അച്ഛന്റെ അമ്മയും സ്വരുക്കൂട്ടി വച്ച മകളുടെ ഭാവിയും, എന്താ പറയാ, ആ കുടുംബം തന്നെ ശിഥിലമായി പോവുകയാണ് ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിൽ ഹാദിയ ഒരു ഉദാഹരണം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരിൽ ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്നേഹിച്ച ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനായിട്ടാണ് ഹാദിയായിട്ട് മതം മാറി പോയതെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഹാദിയ സ്നേഹിച്ച വ്യക്തി ഹാദിയനെ മൊഴി ചൊല്ലുകയോ ഡിവോഴ്സ് ആവുകയോ എന്തോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2ാമത് വേറൊരുത്തന്റെ ഭാര്യയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം അത് അവരുടെ സ്വകാര്യ ജീവിതമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലവ് ജിഹാദിന്റെ മറ്റൊരു ഇരയാണെന്ന് നമുക്ക് പറയാം. ഇനി 2ാമത് ആതിര എന്ന ആയിഷ. ആതിരയുടെ സമാനമായിട്ടുള്ള ഒരു കഥയാണ്. ആതിര പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു മുസ്ലിം പയ്യനായിട്ട് സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും. അതായത് അതായത് മതം മാറിയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെയാണ് ആതിര എന്നത് ആയിഷയായി മാറിയത്. പിന്നെ സോണിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. സോണിയ എന്നൊരു പെൺകുട്ടി കഴിഞ്ഞ വർഷം, അതായത് 2025 തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും
മാത്രവുമല്ല, താൻ സ്നേഹിച്ച ആ പുരുഷന് മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും താൻ ഇനിയും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അവന്റെ പുറകെ തന്നെ പോകും, അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് മതം നിർബന്ധിച്ച് മാറ്റാനായിട്ട് അവന്റെ വീട്ടുകാർ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിതരാക്കി എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പോലീസുകാരുടെ അത് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായപ്പോൾ, ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയ കാര്യങ്ങൾ പലതും അതിൽ വന്നിരുന്നില്ല. ഇതെല്ലാം രാഹുൽ ഈശ്വർ അറിഞ്ഞു കാണുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കേരള സ്റ്റോറി പ്രൊപ്പഗണ്ടയാണ്, ഒന്നും രണ്ടും പ്രൊപ്പഗണ്ടയാണെന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ വേറെ മറ്റൊരിടത്തുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സോണിയ ഉൾപ്പെടെയുള്ള മരണപ്പെട്ട ഒരുപാട് പേരുമുണ്ട്. പിന്നെ ISIS ചേരാനായിട്ട് ഇവിടുന്ന് സിറിയയിലേക്ക് നാട് കടത്തിയ ഒരുപാട് പെൺകുട്ടികൾ ഇനിയുമുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചത്, അമ്മയെ ഫോൺ വിളിച്ചതും അമ്മ കൊണ്ടുവരാനായിട്ട് കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തയും നമുക്കിടയിൽ ഒരുപാട് കേട്ടതാണ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ചുറ്റും വരുമ്പോൾ എന്തിനാണ് രാഹുൽ ഈശ്വർ ഇത്രയും വലിയൊരു ഹിന്ദു സമൂഹത്തെ കൊള്ളയടിക്കുന്നത്, പറ്റിക്കുന്നത്, കബളിപ്പിക്കുന്നത്? ലവ് ജിഹാദ് ഇല്ല എന്നാണെങ്കിൽ ഇത്രയും ഉദാഹരണങ്ങൾ നിരത്തിയ നിങ്ങൾക്ക് 4000 പെൺകുട്ടികളുടെ പേരും അഡ്രസ്സും വരെ അറിയാമെന്ന് പറഞ്ഞ CN ചാനലില് വാദോരാതെ സംസാരിക്കുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുകയും താൻ ആചാര സംരക്ഷണാണെന്ന് പറഞ്ഞ് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇരട്ടച്ചാപ്പ അണിയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇനി മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ തങ്ങളുടെ നില ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണോ കളം മാറ്റി ചവിട്ടുന്നത്? സ്വന്തം ഒരു ആത്മപരിശോധന നടത്തുക. കാരണം എന്താണ്, ഈ 4000 കൺവേർഷൻ നടത്താനായിട്ട് നിർബന്ധിച്ചു അല്ലെങ്കിൽ നിർബന്ധിതരാക്കി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോഴും ചാനലുകളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിലപാടുകൾ മാറ്റി പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഒരിക്കലും അത് മാറ്റി പറയുകയില്ല. അത് ഒരിക്കലും മായ്ക്കാനും തിരുത്താനും പറ്റാത്ത കയ്യൊപ്പായിട്ട് അത് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആട്ടിൻ തോലിട്ട ചെന്നായ്കളെ നമ്മൾ തന്നെ തിരിച്ചറിയുക. രാഹുൽ ഈശ്വർ യഥാർത്ഥത്തിൽ ഹിന്ദുവാദിയാണോ അതോ ഹിന്ദുവിന് എതിരാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക.